എത്ര എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ എന്താണ് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആണ്. ഇതെങ്ങനെ കാണുക എന്നുള്ളത്, ആദ്യം ഡിവിഷൻ ആണോ പിന്നെ ഇൻഡു ആണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ അതിൽ നിന്നും ഞാൻ ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം, പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നോക്കുക. വാട്ട് ഈസ് ദ 4% ഓഫ് 1200? ഓക്കെ, 1200 4% എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടി വളരെ സിമ്പിൾ ആണ് ചെയ്യാനുള്ളത്. നോക്കുക, എന്ത് ചെയ്യാം, ഈ 2 0 അങ്ങ് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിനു ശേഷം 4 × 12 4 × 12 ചെയ്ത് നോക്കാം. 4 × 12 എത്രയാ നോക്കാം. 4 × 12 × 4 നോക്കാം എത്രയാ. 4 × 2 എത്രയാ 8. 4 × 1 4. വാട്ട് ഈസ് ആൻസർ 48. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാ 48 ആണ്. അപ്പോ 1200 4% എത്രയാണ് 48. അതുപോലെ തന്നെ വേറെ ഏതാ 2500 6% എത്രയാ, എങ്ങനെ കണ്ടെത്തുക? ഈ 0 കട്ട് ചെയ്യാം, 25 എന്ത് ചെയ്യാം, നമ്മള് ഈ 6 ഇൻറ്റു ചെയ്യാം. സിമ്പിൾ അല്ലേ? 6 5 30 3 6 2 12 3 15 അല്ലേ അല്ലേ? ആ 2500 6% എത്രയാണ് 150 ആണ്. സിമ്പിൾ അല്ലേ? അതുപോലെ തന്നെ എല്ലാം ഇതൊക്കെ ചെയ്താ 3800 ആയിക്കോട്ടെ. 38 × 9% ചോദിച്ചത് 9%. 9 8 എത്രയാ വേഗം പറയും 72 2 7 3 9 27 27 7 34. ഇതിന്റെ ആൻസർ എത്രയാ 342. 3800ന്റെ 9% എത്രയാണ് 342. ഇതിന് വളരെ സിമ്പിൾ. 15%, 4500 15% എന്താ, ഈ 0 ആണ് കട്ട് ചെയ്യുക. 45 × 15 വേഗം ചെയ്യാം. 25 5 4 20 20 2 22 കഴിഞ്ഞോ? ഇല്ല. 1 5 5 1 4 4 5 7 6 675 ആണ്. 675 ആണ് 4500ന്റെ 15%. ഇതുപോലെ തന്നെ എല്ലാം ചെയ്യുമ്പോൾ ഇതാ 23% എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. പക്ഷെ അത് ഡിഫിക്കൽട്ട് അല്ല. ശ്രദ്ധിക്കുക, 9500 അല്ല 9500 എന്ത് ചെയ്യാം 0 കട്ട് ചെയ്യണം. 95 × 23 എത്രയാ 3 5 15 3 9 27 23 28 2 5 10 0 ഇഷ്ടം 1 2 9 18 19 5 8 11 2 2185. ഇത് 23%. 9500ന്റെ 23% എത്രയാണ് 2185. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കണ്ടെത്താൻ സാധിക്കും. അതിന് എന്ത് ചെയ്യണം, ആദ്യം 0 കട്ട് ചെയ്യുക, വേഗം ഇൻറ്റു ചെയ്യാം. മനസ്സിലായല്ലോ? ഇനി മറ്റും നോക്കുമ്പോൾ ഇതുപോലെ തന്നെ വേറെ ട്രിക്ക് ഉണ്ട്. 10% ചോദിക്കണമെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഏത് സംഖ്യയുടെയും 10% ചോദിക്കണമെങ്കിൽ അതിന്റെ അവസാനത്തെ സംഖ്യ ഞങ്ങൾ കട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ചോദിക്കാണ് ഒരു സംഖ്യ പറയൂ, ഏതെങ്കിലും സംഖ്യ പറയൂ. 6700 ആയിക്കോട്ടെ. ഈ 6700ന്റെ 10% എത്ര ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്. എത്രയാണ്, ഈ അവസാനത്തിൽ നിന്ന് ഒരു സംഖ്യ മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. എത്രയാണ് 670. മനസ്സിലായോ? ഏത് സംഖ്യ ഇപ്പൊ 367. ഇതിന്റെ 10% എത്രയാ ചോദിച്ചാൽ എത്രയാ 36.7 ആണ് ഇതിന്റെ 10%. 50% ചോദിക്കണം. ഇപ്പൊ നമ്മൾ ഷോപ്പുകളിലൊക്കെ 50% ഓഫർ കാണാം അല്ലെ, 50% ഓഫർ 90% ഓഫർ അല്ലെ. അപ്പൊ ഈ ഓഫറുകളൊക്കെ എത്ര രൂപയാണ് അപ്പൊ കൊടുക്കേണ്ടത് എന്നൊക്കെ പഠിക്കണമെങ്കിൽ ആദ്യം ശതമാനം എന്താ പഠിക്കണം. 50% ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ, ആ സാധനത്തിന്റെ പകുതി പൈസ കൊടുത്താൽ മതി. അത് പകുതി പൈസ ഓഫറാണ് 50% എന്നാൽ. 25% ഓഫർ എന്ന് പറഞ്ഞാലോ ആ സാധനത്തിന്റെ വിലയുടെ പകുതിയുടെ പകുതി ഓഫറാണ്, 3/4 പൈസ കൊടുത്താൽ മതി.